നമസ്കാരം ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫാമിലി ഡ്രാമാസ് ആണ് കേട്ടോ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, കുറച്ച് തിരക്കിൽ പെട്ടു. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിയുണ്ടല്ലോ മെസ്സേജ് ചെയ്തിട്ട് ചേച്ചി എന്താ വീഡിയോസ് ഒന്നും ഇടാത്തേന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമന്റ് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, അങ്ങനെയൊക്കെ കമന്റ് ഇടുന്നതിൽ. കാരണം അങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ ഐ ആം സോ ഹാപ്പി. സോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്ന് രണ്ട് പേര് എൻ്റെ വീഡിയോസ് ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണാനുണ്ടല്ലോ, അതിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള ഡ്രാമാസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ബെസ്റ്റ് ഫാമിലി ഡ്രാമാസ് ആണ് കേട്ടോ. ഫാമിലി ഡ്രാമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതായത് ഇപ്പോൾ പാരന്റ്സ് അവരുടെ മക്കള്, ആ ഒരു ഫാമിലിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ, ആ ഒരു സ്റ്റോറീസ് ഉള്ള ഡ്രാമകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഡ്രാമകളാണ്. ഫാമിലി ഡ്രാമ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടല്ലോ അത്യാവശ്യം ഭയങ്കര വലിയ എപ്പിസോഡ്സ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഉണ്ടല്ലോ തട്ടിമുട്ടിയും, അതേപോലെ തന്നെ ഇപ്പൊ മഴയിൽ മനോരമയിൽ ഉണ്ടായിരുന്നല്ലോ ഒരു സ്റ്റോറി ഉപ്പുമുളകും, അതൊക്കെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സീരീസ് ആണല്ലോ. അപ്പൊ അതുപോലത്തെ ഫാമിലിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഫാമിലിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന സ്റ്റോറീസ് ഉള്ള ഡ്രാമകളാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പ്, അവര് നേരിടുന്ന ഓരോ പ്രശ്നങ്ങള്, അതേപോലെ തന്നെ മക്കള് പാരന്റ്സിന് ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങള്, അതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 50-52 എപ്പിസോഡ്സ് ഒക്കെ ഉള്ള ഡ്രാമകളും ഉണ്ട്, എന്നാൽ ചെറിയ എപ്പിസോഡ്സ് ഉള്ള ഡ്രാമകളും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്കതിൽ ഇഷ്ടമായിട്ടുള്ള നല്ല ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാമകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ. ഫസ്റ്റ് ഡ്രാമയാണ് റിപ്ലൈ 1988 കേട്ടോ. 2015 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് റിപ്ലൈ 1988 കേട്ടോ. ഇതിലെ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 1988 കാലഘട്ടത്തിലുള്ള കൊറിയയിലെ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു, ഇവിടത്തെ കുറച്ച് ഫാമിലീസിന്റെ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് അവരുടെ വീട്ടിലൊക്കെ കയറി ചെല്ലുക, അതേപോലെ തന്നെ അവരുടെ ഫുഡൊക്കെ എടുത്ത് കഴിക്കുക. നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അടുത്ത വീട്ടിലത്തെ അച്ഛനും അമ്മയും കേട്ടോ. അപ്പൊ ആ ഒരു സ്നേഹബന്ധം, കാരണം അവരുടെ മക്കളും ഒന്നിച്ച് തന്നെയാണ് വളരുന്നത്, അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്, അതേപോലെ തന്നെയാണ് പാരന്റ്സ് തമ്മിലും ഭയങ്കര കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫാമിലീസിന്റെ സ്റ്റോറിയാണ് റിപ്ലൈ 98 എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ കുട്ടികളുടെ ആ ഒരു റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാനൊക്കെ ആയിട്ട് ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. മെയിൻ ആയിട്ട് അവരുടെ ആ ഒരു പാരന്റ്സ് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും അതേപോലെ തന്നെ മക്കളുടെ ആ ഒരു സ്റ്റോറിയും രണ്ടും കൂടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു ഡ്രാമ എന്തായാലും ഇഷ്ടമായിരിക്കും. ഇതിൽ ടോട്ടൽ ആയിട്ട് 20 എപ്പിസോഡ്സ് ആണ് കേട്ടോ. ഞാൻ ഈ ഒരു ഡ്രാമ കോമഡി ലിസ്റ്റിലാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം അത്രയ്ക്ക് കോമഡിയാണ് ഇതില്. ഓക്കെ, അപ്പൊ കോമഡി ഉണ്ട്, അതേപോലെ തന്നെ ഇവരുടെ ഫാമിലിയുടെ റിലേഷൻഷിപ്സ് പറയുന്നുണ്ട്, റൊമാൻസ് പറയുന്നുണ്ട്. ടോട്ടലി പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡ്രാമ നമുക്ക് നൽകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഓരോരുത്തരുടെ അച്ഛനും അമ്മ, അവരുടെ സിബ്ലിങ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. പക്ഷെ മെയിൻ ക്യാരക്ടർ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പാർക്ക് ബോഗം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ഇഹേരി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് മെയിൻ ലീഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഉള്ളത്. പക്ഷെ എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസ് ആണ് ഈ ഡ്രാമയിൽ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റോറീസും അതേപോലെ തന്നെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ടോട്ടലി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫാമിലി റൊമാൻറ്റിക് ഡ്രാമയാണ് റിപ്ലൈ 1988 കേട്ടോ. സെക്കൻഡ് ഡ്രാമയാണ് 2024 റിലീസ് ആയിട്ടുള്ള ഫാമിലി ബൈ ചോയ്സ്. ഈ ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, എങ്ങനെയെന്നല്ലേ. ഇതുണ്ടല്ലോ ചൈനീസ് ഡ്രാമ ഗോ അഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമയുടെ കൊറിയൻ റീമേക്ക് ആണ് ഫാമിലി ബൈ ചോയ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് അതേ സ്റ്റോറി എന്ന് വെച്ചാൽ അതേ സ്റ്റോറി ലൈൻ അല്ല ഫോളോ ചെയ്യുന്നത്. കൊറിയയിൽ വരുമ്പോൾ ചെറിയ ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ട് കേട്ടോ, കാരണം കൊറിയൻസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇത് റീമേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹ്വാങ് യോപ്പ്, ബേ ഹ്യോൺ സങ്,
ജങ് ചേ യോൺ എന്നീ ആക്ടറും ആക്ട്രസും ആണ് ഈ ഡ്രാമയിൽ അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലുണ്ടല്ലോ ഗോ ഹെഡ് എന്ന് പറയുന്ന ഡ്രാമ കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇവരുണ്ടല്ലോ ഒരു സിബ്ലിങ്സ് ആയിട്ട് വളരെയാണ്. പക്ഷെ ബയോളജിക്കലി ഇവര് റിലേറ്റഡ് അല്ല, ഫാമിലി റിലേറ്റഡ് അല്ല. പക്ഷെ ഇവര് ബയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടാണ് വളരുന്നത് കേട്ടോ. പക്ഷെ ഇവര് കറക്റ്റ് ഫാമിലി അല്ല, പക്ഷെ അങ്ങനെയാണ് ജീവിത സാഹചര്യം കൊണ്ട് അവർ അങ്ങനെയാണ് ജനിച്ച് വളരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റോറിയാണ് ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത്. അപ്പൊ ഇത് നല്ല ഭയങ്കര ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹബന്ധങ്ങൾ, അവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. കാരണം ഇതിലുണ്ടല്ലോ നമ്മുടെ നടിയുടെ അച്ഛന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അയാളാണ് തൻ്റെ മകളെ പോലെ തന്നെ ആ ഒരു 2 ബോയ്സിനും ഇതിൽ വളർത്തുന്നത്. തൻ്റെ മക്കളായിട്ടാണ് ഇവരെ 3 പേരെയും അദ്ദേഹം വളർത്തുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനൊക്കെ ഇതിൽ ഭയങ്കര രസമാണ്. കാരണം അദ്ദേഹം ഇവരെ എങ്ങനെ നോക്കി കാണുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഉള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും ഭയങ്കര ഒരു അയാളോട് ഭയങ്കര ഒരു സ്നേഹമൊക്കെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ടോട്ടലി 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇവരുടെ റൊമാൻസും ഉണ്ട് ഇതില്. പിന്നീട് ഇവര് ചെറുപ്പം മുതൽ അഡൽട്ട് ആവുന്ന വരെയുള്ള ഒരു കാലഘട്ടങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചെറുപ്പത്തിലുള്ളതും അതേപോലെ തന്നെ വലുതായിട്ട് ഇവര് തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നതും എല്ലാം ഇത് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അപ്പൊ എനിക്ക് കൊറിയയിലാണ് എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായത്, ചൈന വേർഷൻ ആണോ കൊറിയൻ വേർഷൻ ആണോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഫാമിലി ബൈ ചോയ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് കേട്ടോ. മൂന്നാമത്തെ ഡ്രാമയാണ് വാട്ട് ഹാപ്പൻസ് ടു മൈ ഫാമിലി. 2014 റിലീസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമയാണ് വാട്ട് ഹാപ്പൻസ് ടു മൈ ഫാമിലി കേട്ടോ. ഇതുണ്ടല്ലോ ഭയങ്കര ലെങ്ത് ആണ് ഈ ഒരു സ്റ്റോറിക്ക് ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ 52 എപ്പിസോഡ്സ്, 52 ആണോ 53 ആണോ 53 എപ്പിസോഡ്സ് ഉള്ള ഒരു ഡ്രാമയാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല, വലിയ സ്റ്റോറിയാണ്. എനിക്ക് ഏതൊരു സീന് കണ്ടിട്ടാണ് ഈ ഒരു ഡ്രാമ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് വന്നത് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് ഇതിൽ അഭിനയിച്ചേക്കുന്നത് പാക് ഹ്യോൺ സിക് എന്ന് പറയുന്ന ആക്ടറാണ്. എനിക്ക് ആ ആക്ടറിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രാമ ഞാൻ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതേപോലെ ഇഷ്ടമാവണമെന്നില്ല, വേണമെങ്കിൽ കണ്ടാൽ മതി. കാരണം ഞാൻ പറഞ്ഞ പോലെ വളരെ ലെങ്ത് ആണ്. സോ നിങ്ങൾക്ക് അതിനുള്ള ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രാമയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓരോ എപ്പിസോഡ്സ് കഴിയും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഇതിലുണ്ടല്ലോ ഒരു അച്ഛന്റെ കഥയാണ്. ഒരു ഫാമിലി, ആ ഒരു അച്ഛന് തൻ്റെ മക്കള് ഭയങ്കര ലവിങ്ങോട് കൂടിയിട്ടും ഭയങ്കര സപ്പോർട്ടിങ്ങോട് കൂടിയിട്ടൊക്കെ ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു അച്ഛന്റെ കഥയാണ് കേട്ടോ ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. പക്ഷെ മക്കളാണെങ്കിൽ ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ് മക്കൾ വളരുന്നത്. സോ അദ്ദേഹം ആ ഒരു ഫാമിലിനെ നിയന്ത്രിക്കുന്നതും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ, അതായത് അച്ഛന്റെ ഇമോഷനും മക്കളുടെ ഇമോഷനും എല്ലാം കൂടി കോർത്തിണക്കിയിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരുപാട് സിബ്ലിങ്സ് ഒക്കെ ഉള്ളവർക്ക് ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവരുടെ ഓരോ പേഴ്സണൽ ലൈഫ്സും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇമോഷൻസ് വെച്ചിട്ടുള്ള കഥയാണ്. അതേപോലെ തന്നെ ഫാമിലിയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഈ ഡ്രാമ എന്തായാലും ഇഷ്ടമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ മെയിൻ ലീഡ്സ് ആയിട്ട് പാക് ഹ്യോൺ സിക് എന്ന് പറയുന്ന ആക്ടറും നാം ജി ഹ്യൂൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ഉണ്ട് കേട്ടോ. സോ അവരുടെ ആ ഒരു കെമിസ്ട്രി, അവരുടെ ഒരു റൊമാൻസും കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രാമ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിലെല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് ഇഷ്ടമായി. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും കുറെ സാഡ്നെസ്, കാരണം ഒരുപാട് ഇമോഷൻസ്, അച്ഛന്റെ ഇമോഷൻസ് ഒക്കെ ഇതിൽ പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇനി 4th ഡ്രാമയാണ് 2016 റിലീസ് ആയിട്ടുള്ള ഫാദർ ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഇതും നല്ലൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഇതും എന്തുപോലെ തന്നെയാണ് വാട്ട്സ് ഹാപ്പൻ ടു മൈ ഫാമിലി പോലെ തന്നെയാണ്. കാരണം ഒരുപാട് എപ്പിസോഡ്സ് ഉള്ള ഡ്രാമയാണ്. പക്ഷെ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവരുടെ ആ ഒരു ഫാമിലിനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതും ഞാൻ ഇതിലെ നടന്റെ ആ ഒരു റൊമാൻസ് കാണാൻ വേണ്ടിയിട്ട് കണ്ടിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഇതിലുണ്ടല്ലോ പാക് യോബിൻ എന്ന് പറയുന്ന ആക്ട്രസ് ആണ് ആക്ട് ചെയ്തേക്കുന്നത്. സോ ആ ആക്ട്രസിന്റെ ഡ്രാമ ലിസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രാമയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡ്രാമയിലോട്ട് ഞാൻ എത്തിയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊരു 52 എപ്പിസോഡ്സ് ഉണ്ട്.
എല്ലാം ഞാൻ കണ്ടു, എനിക്കെല്ലാം ഇഷ്ടമായി കേട്ടോ. 2 കപ്പിൾസിന്റെ സ്റ്റോറി ഈ ഡ്രാമയിൽ പറയുന്നുണ്ട്. അപ്പൊ പാക് യോബിന്റെ കൂടെ ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് ലീ ടേ ഹ്വാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടർ ആണ് കേട്ടോ. പിന്നെ ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാല് ഒരു റിട്ടയർഡ് കപ്പിൾസിന്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അതായത് ഒരു അച്ഛനും അമ്മയുടെയും സ്റ്റോറിയാണ്. അവര് മക്കളെ നോക്കി കാണുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. കാരണം അവരുടെ മക്കളുണ്ടല്ലോ, ഇവര് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അവിടെ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, മക്കളെ ഒരു പഠിച്ചു വളർത്തി വലുതാക്കിയിട്ട് അവര് ജോലിക്കൊക്കെ പോകുന്ന ഒരു ടൈം, ആ ഒരു ഏജ് ഒക്കെ എത്തുമ്പോഴേക്കും ഉണ്ടല്ലോ ഇവര് വീട് മാറും. അതായത് ഒന്നിച്ചായിരിക്കില്ല, അച്ഛനും അമ്മേന്റെയും കൂടി ആയിരിക്കില്ല മക്കള് താമസിക്കുന്നത്. ഇവര് വേറെ വീട് എടുത്ത് മാറുകയാണ് ചെയ്യുക. സോ ഇവരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അച്ഛനും അമ്മ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും പിന്നീട് ജീവിക്കുന്നത്. അവിടേക്ക് അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവര് റിട്ടയർഡ് സമയത്ത് ഒരു സ്വസ്ഥതയിൽ ജീവിക്കാം എന്നുള്ള ഒരു മൈൻഡിൽ പോകുമ്പോഴാണ് ഇവരുടെ മക്കൾ എന്ത് ചെയ്യാണ്, തിരിച്ച് ഇവരുടെ വീട്ടിലോട്ട് വരികയാണ്. സോ ആ ഒരു ലൈഫാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. കാരണം മക്കൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വീട്ടിലോട്ട് ചെന്ന് കയറുന്നത്. ഇവർ ആ ഒരു ഏജ് ആയിട്ടുള്ള ടൈമിൽ ഇവരുടെ ഓരോ പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു കഥയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് 2024 റിലീസ് ആയിട്ടുള്ള ഗുഡ് ആൻഡ് ബാഡ് മദർ കേട്ടോ. ഇതൊരു അമ്മയുടെ സ്റ്റോറിയാണ് പറയുന്നത്. ഈ ഡ്രാമയെ പറ്റിയിട്ട് ഞാൻ വേറെ ഏതൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു അമ്മ മകനെ വളർത്തി വലുതാക്കുന്ന ഒരു കഥയാണ് കേട്ടോ പറയുന്നത്. ഭയങ്കര ബോണ്ടിങ് ആണ് അവര് തമ്മില്. ഓക്കെ, അപ്പൊ ഇതില് സ്റ്റോറിയില് ഈ അമ്മ വളർത്തി വലുതാക്കിയിട്ട് മകനെ ഒരു പ്രോസിക്യൂട്ടർ ആക്കുകയാണ് കേട്ടോ. അപ്പൊ ആ അമ്മ സ്ട്രഗിൾ ചെയ്യുന്ന കഥകളാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. സോ പിന്നീട് ലൈഫ് ആകെ ടോട്ടലി ചേഞ്ച്ഡ് ആവുകയാണ്. മകന് ഭയങ്കര ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള മകന് ചെറിയ കുട്ടികളെ പോലെ ആവാണ്, ചെറിയ കുട്ടികളുടെ മൈൻഡ് ആവുകയാണ് കേട്ടോ. സോ ആ കുട്ടിക്ക് എന്നും അമ്മ വേണം, അമ്മ അമ്മ എന്ന് നമ്മള് കുഞ്ഞു പിള്ളേരില്ല അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ച് കരയുന്ന ആ അത്രയും ഏജിലുള്ള ഒരു മകനായിട്ട് മാറുകയാണ് കേട്ടോ. സോ അമ്മ പിന്നെയും മകനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത്, മകനെ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരുന്ന ഒരു കഥയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സ്നേഹബന്ധം, അവരുടെ ആ ഒരു കെമിസ്ട്രി, ആ അമ്മ സ്ട്രഗിൾ ചെയ്യുന്നത് എല്ലാം കാണാനായിട്ട് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഗുഡ് ആൻഡ് ബാഡ് മദർ എന്ന് പറയുന്നത്. ആ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ അമ്മയുടെ ഓരോ സീനുകളൊക്കെ കണ്ട ഈ അമ്മ ബാഡ് ആണോ ഗുഡ് ആണോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. പക്ഷെ എല്ലാം എന്തുകൊണ്ടാണ് മകൻ തിരിച്ച് ലൈഫിലോട്ട്, നമ്മുടെ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഒരുപാട് ചീത്ത പറയും വഴക്കു പറയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരണം, അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനത്ത് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നോണ്ടാണല്ലോ നമ്മുടെയൊക്കെ അമ്മമാർ അങ്ങനെ പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ആക്ടിങ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പൊ ഇതില് മകനായിട്ട് അഭിനയിക്കുന്നത് ലീ ടേ ഹ്വാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ഇതില് ഫീമെയിൽ ലീഡായിട്ട് അഭിനയിക്കുന്നത് ആൺ യൂൻജി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ. അമ്മയായിട്ട് ഇതിൽ അഭിനയിക്കുന്നത് റാമിറാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. ഇതൊക്കെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ടോട്ടലി സ്റ്റോറി പോകുന്നത് ഇതാണ്. ഇതും നല്ലൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാനുള്ള കാരണം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഫാമിലി ഏതാണ്, ഏത് ഡ്രാമയിലെ ഫാമിലീസിനെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുള്ളത്, അതൊന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഡ്രാമ എല്ലാം ഒന്ന് കണ്ടു നോക്കൂ, കണ്ടിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.